മീഡിയ വൺ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ബിസിനസ് കോൺക്ലേവ് നടത്തുന്നുവെന്ന വിവരം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം കേരളത്തിലാണ് ഇന്ന് കൂടുതൽ ബിസിനസ്സുകൾ വരേണ്ട ഒരു സംസ്ഥാനം. ഞാൻ ഈയിടെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കേരളമാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന്. ഞാൻ നമ്മുടെ കേരളത്തിലെ ബാങ്കുകളിലുള്ള നിക്ഷേപവും അതിൻ്റെ ലോൺ കൊടുക്കുന്ന ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ലോണും കൂടെ പരിശോധിച്ചപ്പോൾ ഏറ്റവും കുറവ് കേരളത്തിലാണ്. വിദേശത്തു നിന്ന് വരുന്ന പ്രവാസികളുടെ പണവും നാട്ടിലുള്ളവരുടെ പണവും ബാങ്കിൽ കുന്നുകൂടി കിടക്കുമ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ. മഹാരാഷ്ട്രയിൽ CDR 100%-ലേറെയാണ്. തമിഴ്നാട്ടിലും അത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻ്റാണ്. ടുഡേയ്സ് മന്ത്ര ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലോക സാമ്പത്തിക ഉച്ചകോടി ഈ അടുത്ത കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സമാപിച്ചത്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും മന്ത്രിമാരടക്കമുള്ളവർ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ഡാവോസിൽ നടന്നു. ഡാവോസിലെത്തുന്ന എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് അവരുടെ രാജ്യങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ എത്ര ശതമാനമുണ്ട്? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ എത്ര ശതമാനമുണ്ട്? ഇത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ്, മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് കേരളം ഈ രംഗത്ത് ഇനി എത്രയോ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കും വളർച്ചയ്ക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകണം. ആളുകൾക്ക് കേരളത്തിൽ കോൺഫിഡൻസോടുകൂടി വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇപ്പം തന്നെ നമ്മുടെ മന്ത്രിമാരൊക്കെ പറയാറുണ്ട്, ഇവിടെ കേരളം ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റാണ്. ഞാനത് ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്ന ഒരാളല്ല. കേരളത്തിൽ ഗവൺമെൻറ് ഇൻഡസ്ട്രി എന്നുള്ളതിൻ്റെ ഡെഫിനിഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് വ്യവസായങ്ങൾ വരുന്നു എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ വ്യവസായങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ നമുക്കറിയാം ലാൻഡ് വളരെ കുറവാണ്. വൻകിട വ്യവസായങ്ങൾ വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ കുറയുന്നു. ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും അവിടെയൊക്കെ ഭൂമി ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. നമുക്ക് ഭൂമി വളരെ കുറവാണ്. നമ്മുടെ ജനസാന്ദ്രത, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ കേരള ഈസ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ വൻകിട വ്യവസായങ്ങൾ, ഭൂമി വേണ്ടി വരുന്ന വൻകിട വ്യവസായങ്ങൾ ഇവിടെ കുറവാണ്. പിന്നെ നമുക്ക് ഏത് മേഖലയിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത്? സർവീസ് സെക്ടറിലാണ് കേരളത്തിന് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത്. സർവീസ് സെക്ടർ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനെന്ത് വേണം? കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകണം. കൂടുതൽ സ്വകാര്യ മൂലധന നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട മേഖലകളിൽ കൂടുതൽ ഉണ്ടാകണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് ഇന്ത്യയിൽ വളരെ വലിയ സ്കോപ്പുള്ളൊരു വ്യവസായം സ്പേസുമായി ബന്ധപ്പെട്ടതാണ്. ഈ അടുത്ത കാലത്ത് ISROയുടെ മുൻ 3 ചെയർമാന്മാരുമായി ഞാൻ സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അവർ പറയുന്നത് ഭാവിയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള വ്യവസായം, ഇൻഡസ്ട്രി
ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് സ്പേസുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് സ്പേസുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിലാണ്. കേരളത്തിൽ എത്ര സംരംഭകർ ആ രംഗത്ത് ശ്രദ്ധിക്കുന്നുണ്ട്? കാരണം ഇന്ന് ലോകം മാറുകയാണ്, നമ്മുടെ ചിന്തകൾ മാറുകയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുകയാണ്. ആ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എത്ര വ്യവസായ സംരംഭങ്ങൾ നമുക്കുണ്ട്. നമുക്കാണ് ഏറ്റവും നല്ല സ്പേസ് സെൻറ്റർ ഉള്ളത്. തുമ്പ കേന്ദ്രമായി ഏറ്റവും നല്ല സ്പേസ് സെൻറ്റർ ഉള്ളത് നമുക്കാണ്. VSSC ആണെങ്കിലും ISRO ആണെങ്കിലും റോക്കറ്റ് ലോഞ്ചിങ് വരെയുള്ള സൗകര്യങ്ങളുള്ള നാടാണ് നമ്മുടേത്. ഈ വ്യവസായത്തിന് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു? ഭാവിയിൽ ഉണ്ടാകേണ്ട ഒരു മേഖലയാണിത്. ഇൻഡസ്ട്രീസിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായി പ്രവർത്തിക്കാൻ ഉള്ള സാഹചര്യമുള്ളൊരു മേഖലയാണ്. നമ്മളില്ല. ടൂറിസം മേഖലയിൽ നമ്മുടെ സ്ഥിതി എന്താണ്? കേരളം ഇന്ന് ഒരു പീക്ക് സീസണിൽ പോയാൽ ആളുകൾക്ക് റൂം കിട്ടാറില്ല. ഡൊമസ്റ്റിക് ടൂറിസം ആണെങ്കിലും ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ വരുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം നമുക്കിപ്പോഴും പോരായ്മകൾ നിൽക്കുകയാണ്. IT റിലേറ്റഡ് ആയിട്ടുള്ള സംരംഭങ്ങൾ, നമ്മുടെ ടെക്നോ പാർക്കൊക്കെ ഇപ്പോൾ ലാഭത്തിലാണ്. പക്ഷേ എത്ര വലിയ നിലയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണിത്? നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെറുപ്പക്കാർ വൻതോതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ പഠിക്കാൻ പോലും കുട്ടികളില്ല. കോളേജുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു. അവസരം കിട്ടിയാൽ നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ പഠിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു, അവരവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ പുതിയ തലമുറയുടെ പ്രതീക്ഷയ്ക്കൊത്ത് കേരളത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതല്ലേ? എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്നില്ല? 6 മാസം സൂര്യപ്രകാശം പോലും കിട്ടാത്ത നാട്ടിൽ പോയി ജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് യാതൊരു മടിയുമില്ല. മനോഹരമായ ഭൂപ്രദേശം, ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഒരു നാടാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. ചൂടില്ല, തണുപ്പില്ല, മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റുള്ള ഈ നാട്ടിൽ നിൽക്കാതെ വലിയ തോതിലുള്ള തണുപ്പും മഞ്ഞും ഒക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കാരണം നമ്മളൊക്കെ തന്നെയാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, ഇവിടെ സംരംഭങ്ങൾ ഉണ്ടാകുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഡീസൻ്റായി ജോലി ചെയ്ത് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ വെളിയിൽ പോകുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, രജിസ്ട്രാർമാരില്ല, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഇല്ല. യൂണിവേഴ്സിറ്റിയുടെ പേരിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ പ്രശ്നം. സർവകലാശാലകളിൽ VC-മാരില്ല. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ പോലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നു. ആര് നമ്മുടെ സർവകലാശാലകളിൽ പഠിക്കാനായി വരും? നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോകുന്നതിനെ നമ്മൾ എങ്ങനെ എതിർക്കും? അപ്പോൾ എന്താണ് വേണ്ടത്? അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇവിടെ പഠിക്കാനുള്ള അവസരം നമുക്ക് കൊടുക്കാൻ കഴിയണം. വിദ്യാർത്ഥികൾക്ക് ഇവിടെ മെച്ചപ്പെട്ട ജോലി അവർക്ക് നൽകാൻ കഴിയണം. ഉയർന്ന ശമ്പളം കിട്ടാൻ കഴിയത്തക്ക നിലയിൽ അവർക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കണം. അങ്ങനെ ഒരു കാലമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കുട്ടികൾ കുടിയേറി പാർക്കാതിരിക്കും. അതാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടി അധികാരത്തിൽ വന്നാൽ
ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ നന്നായി അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിക്കാൻ, ഇവിടെ മെച്ചപ്പെട്ട ജോലി ലഭിക്കാൻ, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തയ്യാറാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ശമ്പളത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ടാക്കാൻ ശ്രമിക്കും എന്ന ഈ കോൺക്ലേവിൽ ഉറപ്പ് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരണം. അമേരിക്കയിൽ നിന്ന് ഒരു ആശുപത്രി പണ്ട് മൂന്നാറിൽ സ്ഥാപിക്കാൻ വന്നപ്പോൾ CIA, അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ CIA നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഒരു മുഖ്യമന്ത്രി ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ സന്ദർഭവശാൽ ഓർക്കുകയാണ്. നമ്മുടെ നാട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പഴഞ്ചൻ രീതികളും മാറ്റി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരാൻ, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ, കൂടുതൽ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. തൊഴിൽ കിട്ടുക മാത്രമല്ല, ഈ വ്യവസായങ്ങളിലൂടെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കണം, നമ്മുടെ വളരെ ഗ്രോത്ത് ഉയരണം, സംസ്ഥാനം കൂടുതൽ സമ്പന്നമാകണം. എന്നാൽ മാത്രമേ ഈ സംസ്ഥാനത്തിന് ഭാവി പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരിക്കൽ അമേരിക്കയിൽ പോയപ്പോൾ പറഞ്ഞു, ഇന്ത്യ മാറുകയാണ്, ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ മുഖച്ഛായയ്ക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടെക്നോക്രാറ്റുകളോട്, ഡോക്ടർമാരോട്, എൻജിനീയേഴ്സിനോട് ഒക്കെ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരികെ വരണം, നിങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾ ഇനി ഇന്ത്യയിലാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ തിരികെ വരണം. ഈ കേരളത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. സാഹചര്യങ്ങൾ മാറുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർ തിരികെ വന്ന് ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്യും. വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. ഇന്ന് ലോകം മുഴുവൻ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകം മുഴുവൻ ഒരു വില്ലേജായി മാറുകയാണ്. അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ നാടിൻ്റെ പുരോഗതിയും വളർച്ചയും ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, കൂടുതൽ ബിസിനസ് നടത്താൻ വേണ്ടി നമുക്ക് മുന്നോട്ട് വരണം. ഇന്ന് കാണുന്നതൊന്നും ബിസിനസ്സല്ല. ഇതൊക്കെ വെറുതെ ഇവിടുത്തെ മന്ത്രിമാർ വന്ന് പറയും, കേരളത്തിൽ ഞങ്ങൾ 1,00,000 ബിസിനസ് കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമോ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പേരിൽ ഇവർ കൊണ്ടുവന്ന വ്യവസായം എന്ന് പറയുന്നത് ഡെഫിനിഷൻ മാറ്റിയത് കൊണ്ടാണ്. അതിൽ 50% ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞു. ഇൻഡസ്ട്രീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് നമ്മളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളവിടെ എത്ര ബൂട്ടിക്ക് തുടങ്ങി, എത്ര ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങിയെന്നൊക്കെ ആ കണക്കെത്തിട്ടാണ് പറയുന്നത്. ആ തുടങ്ങിയത് തന്നെ 50% ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളം പോലെ സംസ്ഥാനത്ത് സർവീസ് സെക്ടറിൽ വരുത്തുന്ന മാറ്റം, അതുകൊണ്ടുണ്ടാകുന്ന പുരോഗതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടൂറിസം മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഒക്കെ വരുത്താൻ കഴിയുന്ന മാറ്റത്തിനനുസൃതമായിട്ടാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ആ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതിനിടയിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ലാസ്സിനിടയിലാണ് ഞാൻ സംസാരിക്കുന്നതിനുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. മീഡിയ വൺ ഈ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് തന്നെ വളരെ നന്നായി. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഭാവി തലമുറയെ ഇനിയും കാനഡയിലേക്കും അമേരിക്കയിലേക്കും UK-യിലേക്കും അയർലൻഡിലേക്കും ജർമ്മനിയിലേക്കുമൊക്കെ പറഞ്ഞു വിടാതെ അവരെ ഇവിടെ നിലനിർത്താൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിന് ഏകമാർഗം കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടാകണം, ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകണം. നമ്മുടെ നാടിന് കൂടുതൽ കരുത്ത് നൽകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മീഡിയ വൺ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണ്. പ്രത്യേകിച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലുകളിലൊന്നാണ് മീഡിയ വൺ. മീഡിയ വൺ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഈ ബിസിനസ് കോൺക്ലേവിലൂടെ പുതിയൊരു ദർശനം നൽകാൻ, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കാൻ, അവരുടെ കഴിവും ശക്തിയും ഇവിടെ വിനിയോഗിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാക്കണം
എന്നെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.